ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് തമ്മിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവണം. ഐബ്രോസ് നന്നായിട്ട് എങ്ങനെ ഫില്ല് ചെയ്യാം, അതും ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സോപ്പ് എന്തായാലും വേണം. അപ്പോൾ ഞാനിവിടെ പിയേഴ്സ് സോപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഏത് സോപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടുന്ന രീതിയിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അറിയാത്ത കുറച്ചധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്താൽ തന്നെ നമുക്ക് മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. അത് തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് ഫേസിന് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് എനിക്ക് അധികം കട്ടിയുള്ള ഐബ്രോസ് ഒന്നും അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത്, നാച്ചുറൽ ആയിട്ട് തോന്നിക്കണമല്ലോ, നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടികൾക്കൊക്കെ വരക്കുന്ന പോലെയൊക്കെ തോന്നുന്നു പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തോന്നാൻ വേണ്ടി പാടില്ല. നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്ന രീതിയിൽ എങ്ങനെയാ എഴുതാന്നുള്ളതാണ് ഈ ഒരു ട്രിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഐബ്രോസ് എന്ന് പറയുന്നത് കട്ടി കുറവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബ്ലാക്ക് കളറിലുള്ള ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി നല്ല ബ്ലാക്ക് കളറിലുള്ള തിക്കായിട്ടുള്ള ഐബ്രോസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ബ്ലാക്ക് കളറിലുള്ള ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം. എൻ്റെ അധികം തിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത് H&Mന്റെ ഐബ്രോ പെൻസിലാണ്. നാച്ചുറൽ ഫിനിഷ് കൊടുക്കുന്ന ഐബ്രോ പെൻസിലാണ്. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. ഇത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെൻസിലാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പിയേഴ്സ് സോപ്പിനെ ഒന്ന് നനച്ചു കൊടുക്കുക. ഞാനിവിടെ നോർമൽ വാട്ടർ വെച്ചിട്ട് നനച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മസ്കാരയുടെ വോണ്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. ഇനി ഐബ്രോസിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് ഒന്ന് കൂടി, അതായത് നമ്മുടെ ഐബ്രോസിൻ്റെ ലെങ്ത് കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് എത്ര തിന്നായിട്ടുള്ള ഐബ്രോസ് ആണെങ്കിലും ഇതൊന്ന് വെച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ലെങ്ത് ഒക്കെ കൂടി കുറച്ചൊരു വലിയ ഐബ്രോസ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ താഴേന്ന് മേലേക്ക് സ്ട്രെയിറ്റ് അല്ല, കുറച്ചൊന്ന് ചരിച്ചിട്ടായിരിക്കണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം നിങ്ങളിത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയിൽ കിടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ തുടങ്ങുന്നില്ലല്ലോ. ഞാൻ ഏകദേശം അതിൻ്റെ ഒരു 1/4 ഭാഗം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്, കുഞ്ഞു കുട്ടികൾക്ക് എഴുതിയ പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് തിക്ക് ആയിട്ട് വരക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടതിന് ശേഷം മാത്രമാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ ചെയ്യാണ്. ഞാൻ ഒന്നും കൂടെ റബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പിയർ സോപ്പ് വെച്ചിട്ട്. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇനി എനിക്കങ്ങനെ അധികം കട്ടിയിൽ എഴുതുന്നത് ഇഷ്ടമല്ല. ഒന്നാമത് എൻ്റെ ഐബ്രോസ് അധികം തിക്കില്ല. അപ്പോൾ നാച്ചുറലായിട്ട് തോന്നണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് വേണമെങ്കിൽ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നാലും അത്ര ബോറായിട്ടൊന്നും വരില്ല, നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടെ ഇത് എക്സ്ട്രാ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ സെയിം നെക്സ്റ്റ് ഐബ്രോയിലും ചെയ്യാണ്. ആദ്യം ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം കണ്ടോ, ഇതിങ്ങനെ ചരിച്ചിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും മാത്രമേ നല്ല ഭംഗിയിൽ കിടക്കുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് 2-3 കോട്ട് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ ഐബ്രോ പെൻസിൽ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആ ഒരു ഐബ്രോസ് നല്ല തിക്കുണ്ടെങ്കിൽ മാത്രം ബ്ലാക്ക് കളർ വാങ്ങിക്കുക. ഒരു മീഡിയം തിക്നെസ് ആണ് ഉള്ളത് എങ്കിൽ നല്ല ബ്രൗൺ കളർ, നല്ല കട്ടിയുള്ള ബ്രൗൺ കളർ വാങ്ങിക്കുക. ഇനി അതിലും നല്ല തിന്നാണെങ്കിൽ നിങ്ങൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിക്കും. ഒരു നാച്ചുറൽ ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ അധികം ഐബ്രോ പെൻസിൽ അവൈലബിൾ ആണ്. നൈക്കയിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഡിഫറൻസ്
ഒരു ഫോട്ടോ പോലെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.